ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് പാചകമായിട്ടല്ല വന്നിട്ടുള്ളത്. ഞങ്ങൾ യൂട്യൂബിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ ഉണ്ടായി എന്താ ഏതാന്ന് പറയാനാണ് ഞാനിന്ന് വരുന്നത്. ഈ ഒരു അവസരം എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടിയത്. ആ അവസരം കിട്ടാൻ കാരണം തന്നെ നിങ്ങൾ തന്നെയാണ്. കൊച്ചിയിലെത്തേണ്ടത് 10 മണിക്കാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് 5:30 മണിക്ക് ഷൊർണൂർ ട്രെയിനിലാണ് പോയത്. ഷൊർണൂർ വരെ മോൻ്റെ വണ്ടിയിൽ പോയി. അവിടെ നിന്ന് 5:30 ട്രെയിൻ കയറി. അപ്പോൾ എറണാകുളത്ത് എത്തുമ്പോൾ ഒരു 8-8:45 ആവും. 8:30 മണിക്ക് ഞങ്ങൾ എറണാകുളം എത്തി. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കുമ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ജോലിക്ക് പോണവരും ബസ് കാത്ത് നിൽക്കുന്നവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങണവരും എല്ലാവരും പാടങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ നടന്ന് ഒരു ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പരിപാടി നടക്കുന്ന ഇടത്തിലേക്ക് എത്തി. പരിപാടി നടക്കുന്നത് കൊച്ചിയിൽ താജ് മലബാർ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അവിടെ ഭയങ്കര ഭംഗിയാണ്. ഈ കപ്പൽ പോണതും കായലും വെള്ളമൊക്കെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കായിരുന്നു. കപ്പലും ബോട്ടും ഒക്കെ അവിടെ നിന്ന് കാണാൻ തന്നെ ഭയങ്കര രസവും ഭംഗിയുമാണ്. കപ്പലൊക്കെ ഇങ്ങനെ നിരേനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിലത് പോവുമായിരുന്നു. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്തായിരുന്നു ഇന്നലെ ഞങ്ങൾ പോയത്. അവിടെ പോയപ്പോൾ ഒരുപാട് ഈ യൂട്യൂബ് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു കോട്ട പോലത്തെ ഒരു റൂം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കയ്യിലൊരു ടാബൊക്കെ കെട്ടി തന്നു. അതൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ജീവിതത്തിൽ ആദ്യമുള്ള ഒരു അനുഭവമാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ നേരെ ഉള്ളിൽ പോയി. ഹോട്ടലിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ചായ കുടിച്ച് പോയ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാപ്പി ചായ കുടിച്ച് അവിടെ ഉള്ളിൽ പോയപ്പോൾ എന്നെ അറിയണ കുറേ യൂട്യൂബർമാരുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് പരിചയപ്പെട്ട്. പിന്നെ എന്നെ അറിയാത്ത കുറേ യൂട്യൂബർമാരുണ്ടായിരുന്നു. പിന്നെ അവർക്ക് എല്ലാവർക്കും എന്നെ അറിയണവർ പരിചയപ്പെടുത്തി കൊടുത്തും അവരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നും. എനിക്ക് ഓരോരുത്തരുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും പറയാത്തത്. അപ്പോൾ എല്ലാവരും സംസാരിച്ച് പരിചയപ്പെട്ട് നിൽക്കുമ്പോൾ ഉള്ളിലേക്ക് പരിപാടി തുടങ്ങാനാണ് പറഞ്ഞിട്ട് ക്ഷണിച്ച് ഞങ്ങളെല്ലാവരും എന്നിട്ട് ഉള്ളിൽ പോയിട്ട് ഓരോരോ സീറ്റുകളിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് ഇന്ന് എന്തൊക്കെ പരിപാടികളെന്ന് പറഞ്ഞു തരിക. അവൾ പരിപാടികളൊക്കെ തുടങ്ങി. ആദ്യത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗെയിമാണ്. ഗെയിം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട്, അത് ഓരോരുത്തർക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ആരാണോ പിടിക്കുന്നത് അവരുടെ അനുഭവങ്ങൾ പറയുക, അവരെ ഓരോരോ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. അതായിരുന്നു ഫസ്റ്റിലത്തെ ഗെയിം. എനിക്ക് ഒന്നും ആരും ബോക്സ് തന്നില്ല. അപ്പോൾ എനിക്കൊന്നും പറയാനൊന്നും പറ്റിയിരുന്നില്ല. എനിക്ക് പറയണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇത് ബോക്സ് കിട്ടിയില്ല. പിന്നെ യൂട്യൂബിൻ്റെ വലിയൊരു യൂട്യൂബർ വന്നിട്ട് ഒരുപാട് നമുക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തന്ന്, പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഓരോരോ സംശയങ്ങളൊക്കെ പറഞ്ഞു തന്ന് ചോദിക്കണവർക്ക് പറഞ്ഞു കൊടുത്ത്. അതായിരുന്നു പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ കളറ് പോലത്തെ ജെല്ലുകളൊക്കെ ഇല്ലേ, ഓരോരോ കളറ്, ആ ജെല്ലും പിന്നെ അതിൽ കുറേ സീക്നസ്സുകളൊക്കെ ഇട്ടിട്ട് ഓരോരോ ഫ്രെയിമിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് അവനവനക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം അതിലുണ്ടാക്കി. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകും, എന്നാൽ കയ്യിൽ ഒട്ടത്തുമില്ല. അതൊരു ഗെയിമായിരുന്നു. അത് നല്ല രസമുള്ള ഒരു ഗെയിമായിരുന്നു. ആ ഡിസൈൻ ഉണ്ടാക്കിയത് എല്ലാവരും ഏകദേശം ഒന്നുപോലെയാണ് ഡിസൈൻ ഉണ്ടാക്കിയത്. അതിൽ ഒരു കുഞ്ഞു കുട്ടി മാത്രം ഒരു ഡിസൈൻ ഉണ്ടാക്കി, ഒരു പൂമ്പാറ്റയുടെ ഡിസൈൻ ഉണ്ടാക്കി. ആ കുട്ടിക്കാണ് അതിൻ്റെ സമ്മാനം കിട്ടിയത്. എല്ലാവരും ഒന്നുപോലെ ഉണ്ടാക്കിയ കാരണമാണ് വേറെ ആർക്കും സമ്മാനം കിട്ടാത്തത്. പിന്നെ ഏറ്റവും പ്രായമുള്ള ആ ചാനലിന് വേണ്ടിയിട്ട് സമ്മാനം കൊടുത്ത്. പിന്നെ ഒരു സമ്മാനം കൊടുത്തത് ഏറ്റവും ദൂരത്തുനിന്ന് വന്ന ഒരാൾക്കും സമ്മാനം കൊടുത്ത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. നല്ല സൂപ്പറായിരുന്നു എന്തായാലും. പിന്നെ ഒരു കർഷകനാണ്, ഒരു 28 വയസ്സായ മോനാണ്. അവന് 5 ഏക്കർ സ്ഥലത്തിൽ
കൃഷി ചെയ്യുന്നതും എല്ലാ സംഭവങ്ങളും അതിലുണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ്റെ ഒരു രൂപങ്ങളും അവൻ്റെ ഒരു എല്ലാ സാധനങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര വയസ്സിൽ അവൻ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ അവനക്ക് എത്ര സന്തോഷം ഉണ്ടാവും. കേട്ട നമുക്ക് ഇത്ര സന്തോഷം ഉണ്ടെങ്കിൽ. പക്ഷെ അവൻ പറഞ്ഞതൊക്കെ നല്ല ഹാപ്പിയിൽ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതൊരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. എല്ലാവർക്കും കയ്യടിയും എല്ലാവരും ചിരിച്ചിട്ടൊക്കെ അവനക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാവരും ഇതൊക്കെ കണ്ട് കളിച്ചും ചിരിച്ചും നല്ല ഹാപ്പി ആയിരുന്നിട്ട് 2 മണിയായി അതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മളെ ടൈമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ വരിയേനെ രാവിലത്തെ പോലത്തെ ഫുഡുകൾ, രാവിലെ പോലെയല്ല ഭക്ഷണം ഉണ്ടാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. അവനവനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെ ഇഷ്ടം അതൊക്കെ എടുത്ത് കഴിക്കുക. ഞാൻ 2 ദോശ 1 ലേശം റൈസും കഴിച്ചു. അതിൽ ഇറച്ചി കൂട്ടാൻ ബീഫ് അത് എടുത്ത് അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കറിയായിരുന്നു ബീഫ്. പിന്നെ പായസവും ഞാൻ കഴിച്ച്, അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ കുറച്ചുകൂടി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല, ഷുഗറാണേ. അപ്പോൾ ഇച്ചിരിയേ കഴിച്ചിട്ടുള്ളൂ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോരുമ്പോണ്ട് ഈ കയ്യിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നല്ലോ, കെട്ടിയിരുന്നല്ലോ, അതൊക്കെ ഊരിയെടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ കിറ്റ് തന്നു, ഒരു സഞ്ചി. അതിൻ്റെ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റാണ്, നല്ല യൂട്യൂബിൻ്റെ ഒരു ലൈറ്റായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോണ്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 8:30 മണിയായിക്കണ് രാത്രി. ഞാൻ യൂട്യൂബ് പരിപാടിക്ക് പോയതിൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഇത് ഈ സന്തോഷം വന്നത് തന്നെ നിങ്ങളിലൂടെയാണ്. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്, വളരെ ഹാപ്പിയാണ് ഞാൻ. എനിക്ക് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് നിങ്ങളോട് ഇതിനൊക്കെ എന്താ പറയണമെന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്.